ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. യെസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സൺഡേ ആണ്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ വെതർ, സണ്ണി വെതർ അല്ലേ? നമ്മൾ നല്ലൊരു എന്താ പറയുക, ഈ വെതറൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഒരു മോർണിംഗ് വാക്ക്. അതെ, അപ്പൊ ശരിക്കും നമ്മൾ നിൽക്കുന്നതാണെന്ന് വിചാരിക്കും ഏതോ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. കൊച്ചിന്റെ തൊപ്പിയൊക്കെ കണ്ട അങ്ങനെ തോന്നും. തൊപ്പി, ഗ്ലാസ്, ഷോർട്സ് ഒക്കെ കാണാം. പക്ഷെ ഭയങ്കര വെയിലാണ്. ഇന്ന് ഇവിടെ 33 എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ നാട്ടിലൊരു 40ക്ക് തുല്യം നമുക്ക് ഫീൽ ചെയ്യുന്നു. വീടിനകത്തിരിക്കുമ്പോൾ നല്ല ചൂട്, പുറത്തോട്ട് വരുമ്പോൾ കാറ്റുണ്ടെങ്കിലും വെയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്ലാസും ഇതൊക്കെ വെച്ചത്. അപ്പോൾ നമ്മള് ഇന്നത്തെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാനുകളേ ഉള്ളൂ, അല്ലേ? ഡേയ്സിന് നമുക്ക് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കിട്ടുന്നത് വളരെ വിരളമാണ്. ഞാൻ മാത്രമായിട്ട് ചെയ്യാറുണ്ട് കൊച്ചു ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ. അതെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുറച്ച് പരിപാടി എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് കുക്കിംഗ് ഒന്നും ഇല്ല, അല്ലേ? കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു ഷോപ്പിംഗ് സെന്റർ ഉണ്ട്, അവിടെ നിന്ന് പോകണം. ചെറിയൊരു പർച്ചേസ്, അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഡേ ഓഫ്, അല്ലേ? ബിക്കോസ് കൊച്ചു പറഞ്ഞ പോലെ എന്നെ അങ്ങനെ കിട്ടാറില്ല വീക്കെൻഡ്സ്. ഞാൻ ബിസിയാണ്, ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന വീക്കെൻഡ്സ്, കോടികൾ ഉണ്ടാക്കുന്ന തിരക്കിൽ ഇതുപോലെ ചില നിമിഷങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ അതൊന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ സ്ഥിരം പരിപാടിയായിട്ട് നമുക്കൊന്ന് നടക്കാം. അതെ, നമുക്കൊരു ടാർഗറ്റ് ഒക്കെ ഉണ്ട്. 10,000 സ്റ്റെപ്സ് ഒക്കെയാണ്. നമ്മള് ഇടയ്ക്ക് വീക്ക്ലി കുറച്ച് ദിവസങ്ങൾ എടുക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയാ ഞങ്ങൾ ഇവിടെ നടക്കുന്നത്, ഞങ്ങളുടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതാണ് നമ്മുടെ ലേക്ക് കേട്ടോ, നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും നമ്മൾ കാണിക്കാറുണ്ട്. വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പരിചിതമായിരിക്കും. പക്ഷെ പുതുതായിട്ടാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. നടന്നോളൂ. താഴെയിടൂ. എന്തൊരു റിലാക്സിംഗ് ആണെന്നറിയാമോ ഇങ്ങനെ കിടക്കാൻ. ആട്ടുന്നല്ല ഇവിടെ കിടക്കാൻ. കൊച്ചിന് കിടക്കണം കുറച്ചു നേരം. എന്നാ ആട്ടിക്കോ. പിന്നെ അതിന് നാട്ടാലോ.
ഇവിടെ കൂടി ഇങ്ങനെ കാറ്റ് വരും വെച്ചോ രണ്ട് സൈഡിലും. ഡേയ്സുവിന്റെ ഐഡിയ ആണ് ഈ ഫാൻ ഞാൻ വാങ്ങിച്ച് വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോ അല്ലേ വെച്ചാൽ ഇങ്ങനെ എന്തെല്ലാം ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാം. ഇത് വല്ല ഷോക്ക് അടിക്കും എനിക്ക്. ഒരു ഷോക്കിന്റെ ആവശ്യമുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം കേട്ടോ. നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. മെയിനായിട്ടേ നമ്മൾ ഈ ഞങ്ങൾ വീട്ടിൽ നമ്മളല്ലാതെ ഫാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ ആളുകൾ അല്ലെ ദുബായ് താമസിക്കുന്നവരോട് ഇതൊക്കെ ചൂടാന്ന് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ എന്തോ നമുക്കിവിടെ ഒരു 32, 33 ആകുമ്പോൾ തന്നെ നമുക്ക് പറ്റുന്നില്ല അല്ലേ, ഭയങ്കര ചൂട്. പ്രത്യേകിച്ച് വീടിനകത്ത് നമ്മൾ ഈ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് വേണേൽ ഇത് ഇടാം. കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് ട്യൂബ് എടുക്കുവാണെങ്കിൽ കുറച്ചു നേരം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ചൂടായിരുന്നു. സെൻട്രൽ ലൈൻ ഏതോ ഒരു ലൈനിൽ കഴിഞ്ഞ ദിവസം ആളുകളെ അവര് ഇവാക്യുവേറ്റ് ചെയ്യിപ്പിച്ചു ചൂട് കാരണം. കൊച്ചിനാരെ ഈ ഐഡിയ പറഞ്ഞു ആളുകൾ ഇതുകൊണ്ട് നഴ്സുമാര് ജോലി വിട്ടോണ്ടാ നടക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ശരിക്കും ഞങ്ങളുടെ ഈ മന്ത് എന്ന് പറയുന്നത് ഞങ്ങളൊരു നോ ഈറ്റ് ഔട്ട് മന്താണ്. അതായത് ഞങ്ങൾ ചില മാസങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് തീരുമാനിക്കും. ഹെൽത്തിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ കുറേ ഫുഡ് കഴിക്കുമല്ലോ, അപ്പോൾ ഒന്ന് കുറയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ മന്ത് അങ്ങനെ ഒരു നോ ഈറ്റ് ഔട്ട് മന്തായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആദ്യം 20 days ചെയ്തു. പക്ഷേ ഇന്നലെ ജൂൺ 21 ഇന്നലെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. പക്ഷെ അത് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയതാണ്. ഞങ്ങളത് ഓൾറെഡി ഈ ഡിസിഷൻ എടുക്കുമ്പോഴേ വിചാരിച്ചായിരുന്നു അവർ വിളിക്കുകയാണെങ്കിൽ പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, സ്നേഹ പേഴ്സി എന്ന് പറഞ്ഞിട്ട്, മലയാളീസാണ്. അപ്പം ഞങ്ങൾ 2 ഫാമിലിയും ഞങ്ങൾ ഫുഡീസാണ് മെയിനായിട്ട്. ഫുഡ്, ട്രാവൽ എല്ലാം കുറേ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പുതിയ ഫുഡ് സ്പോട്ടൊക്കെ കാണുമ്പോഴത്തേനും അവർ ഞങ്ങളെ അറിയിക്കും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ജോയ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ അവർ വിളിച്ചപ്പം ഞങ്ങൾ അങ്ങനെ പോയി. ഞാൻ പറയാൻ വന്നത്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പുറത്ത് പോയപ്പോഴത്തേനും ഒരു ലഞ്ച് ടൈമിലാണല്ലോ പോയത്. പക്ഷെ ഞങ്ങൾ കഴിക്കണ്ടെന്ന് തീരുമാനിച്ചു ഫുഡ്. വീട്ടിൽ ഓൾറെഡി ഫുഡൊക്കെ ഞാൻ ഇന്നലെ കുക്ക് ചെയ്തത് ഇരിപ്പുണ്ട്. അതുപോലെ ഞങ്ങൾ ഇന്നലെ പോയ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത് കെൻറ്റ് ഭാഗത്താണ്, റോച്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, എനിക്ക് തോന്നുന്നത് അത്ര ആളുകൾക്ക് അറിയില്ലായിരിക്കും, കാരണം ഈസ്റ്റാമിലും അങ്ങനെ മലയാളി ഏരിയയിലല്ലാത്തതുകൊണ്ട്. പക്ഷേ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, പക്ഷെ നല്ല ഫുഡായിരുന്നു, നല്ല സർവീസായിരുന്നു. ഞങ്ങൾ നമ്മുടെ നാടൻ ഫുഡ് തന്നെ കഴിച്ച. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേനും അവർ ഞങ്ങൾക്കൊരു അവിയൽ, അവർ ഇന്നലെ കുറേ ഫുഡ് ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് അവിയൽ ഞങ്ങൾക്ക് 2 ഫാമിലിക്കും തന്നു വിട്ടു. അത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു, നല്ല റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും ഇവിടെയൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മെയിനായിട്ട് അവിടുത്തെ ചിക്കൻ ഫ്രൈ നല്ലതായിരുന്നു, സ്റ്റാർട്ടർ. പിന്നെ പൊറോട്ട, ബീഫ് കഴിച്ചു. ബിരിയാണി കഴിച്ചില്ല, ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. ചില്ലി ചിക്കൻ എല്ലാം നല്ലതായിരുന്നു. പഴംപൊരി ബീഫ് ഉണ്ടായിരുന്നു, എല്ലാം ടേസ്റ്റി ആയിരുന്നു. പിന്നെ സ്പേസ് കുറവാണ് ഇരിക്കാൻ. ഒത്തിരി ക്രൗഡഡ് ആണെങ്കിൽ സ്പേസ് പ്രശ്നമായിരിക്കും. പക്ഷെ അത്ര തിരക്കില്ലായിരുന്നു. ഇപ്പം കുറച്ച് നാളേ ഉള്ളൂ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അതാണ്. അപ്പം ഞാനിപ്പം ചോറ് ഇൻസ്റ്റൻറ്റ് പോട്ടിൽ റൈസ് ഇട്ടിട്ടുണ്ട് ചോറ് കഴിക്കാൻ വേണ്ടി. ഡേയ്സിന് വിശപ്പില്ല എന്ന് പറയുന്നുണ്ട്. കൊച്ചു ദേ ഇവിടെ ടെസ്റ്റ് ക്രിക്കറ്റ് കാണുന്നു. നമ്മുടെ ഗാർഡനിൽ നിന്നുണ്ടല്ലോ നമ്മൾ ആപ്പിൾസ് എടുത്ത് കേട്ടോ. ശരിക്കും നമ്മുടെ ആപ്പിൾ ട്രീയിൽ ആപ്പിൾസ് വരുന്നുണ്ട്. പക്ഷെ ചെറിയ ആപ്പിൾസാണ്, ഇത് വലുതായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കിത് പറിക്കേണ്ടി വന്നു. കാരണം നമ്മളുടെ ഈ ആപ്പിൾ ട്രീയുടെ ചില ബ്രാഞ്ചസിൽ ഇങ്ങനെ ആപ്പിൾസ് കുറേ വന്നിട്ട് അത് ഹെവി ആയിട്ട് ഇങ്ങനെ ചരിഞ്ഞ് വരുന്നു ട്രീ. അപ്പം ഞങ്ങൾ ഓർത്തു അതിൻ്റെ വെയിറ്റ് ഒന്ന് കുറച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ഞങ്ങളിങ്ങനെ പറിച്ചു. എന്നിട്ട് പിന്നെ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പം ഓക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇവിടെ കാറ്റുണ്ട്. അപ്പോൾ എനിക്കിത് വെച്ച് എന്ത് ചെയ്യണമെന്ന് നോ ഐഡിയ. മമ്മി പറയുന്നു അച്ചാറിടാൻ നല്ലതാണ്. ഐ ഡോണ്ട് നോ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഇത് കളയാൻ മനസ്സ് വരുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയത്. പക്ഷെ മധുരമില്ല. ഞാൻ കഴിച്ചു നോക്കിയപ്പം അത്ര മധുരമില്ല. കാരണം അത് ആപ്പിൾ പ്രോപ്പറായിട്ട് ആ സൈസൊക്കെ ആകുമ്പോഴല്ലേ അത് മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ, ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെച്ചെന്ന്. അതൊന്ന് തന്നെ ആ ഷെയ്ക്ക് അടിക്കണോ? വേണ്ടേ, നീ കഴിക്കുമോ? അല്ലാതെ കഴിക്കുമോ വെച്ച് നമ്മുടെ വീട്ടിലുണ്ടായ സ്ട്രോബെറി ആണ്. സ്ട്രോബെറി പിക്കിങ് കൊച്ചു ചെയ്ത ഓൾറെഡി. കൊച്ചു ചോറുണ്ടെന്നില്ലേ? ഹരിഷോർ അവിയലുണ്ട്, ബീഫുണ്ട്, പയറുണ്ട്. ഓക്കെ, കൊച്ചിന് ചോറ് ഇപ്പം വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഒരു മൂവി കാണാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം 2 ഫാൻ വെച്ചിട്ടുണ്ട്, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് UK സമ്മർ. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.